നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെയും ഇവിടുത്തെ അന്വേഷണ ഏജൻസികളെയും ഒക്കെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വ്യവസായികളായ ലളിത് മോഡിയും വിജയ് മല്യയും. വിജയ് മല്യയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഒരു വീഡിയോയിൽ തങ്ങളെ ഇന്ത്യ രാജ്യത്തെ ബിഗ്ഗസ്റ്റ് ഫ്യൂജിറ്റീവ്സ്, അതായത് ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളികൾ എന്നാണ് ലളിത് മോഡി സ്വയം വിശേഷിപ്പിക്കുന്നത്. ഈ വീഡിയോ ലളിത് മോഡി തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചതോടെ വലിയ വിമർശനങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമാണ് ഇടയായിരിക്കുന്നത്. വിജയ് മല്യയുടെ പിറന്നാൾ ആഘോഷത്തിന് ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ താനും മല്യയും ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂജിറ്റീവ്സ് ആണെന്നാണ് ലളിത് മോഡി പറയുന്നത്. വളരെ അഭിമാനത്തോടെയാണ് അദ്ദേഹം അത് പറയുന്നത്. എന്നാൽ സാമ്പത്തിക അഴിമതികളും ക്രമക്കേടുകളും നടത്തിയ ഇവർ നിരവധി കേസുകളിൽപ്പെട്ട് രാജ്യത്തിന് പുറത്ത് ഒളിച്ചു കഴിയുന്നവരാണെന്നും ഇരുവരും ചേർന്ന് ഇന്ത്യൻ സർക്കാരിനെ പരിഹസിക്കുന്നതായാണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നതെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത്. ഇന്ത്യൻ സർക്കാരിനെ അവർ എത്രമാത്രം പരിഹസിക്കുന്നു എന്നും ഇന്ത്യയിലെ നിയമ സംവിധാനം കാരണമാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടത് എന്നുമുള്ള പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇവർ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെയും CBIയെയും ഒക്കെ കളിയാക്കുകയാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെ വിജയ് മല്യയുടെ കേസുമായി ബന്ധപ്പെട്ട് മുംബൈ ഹൈക്കോടതിയുടെ പ്രധാന ഒരു നിരീക്ഷണവുമുണ്ടായി. സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുന്നതിനിടെ എപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് കോടതി വിജയ് മല്യയോട് ചോദിച്ചിരുന്നു. മല്യ നേരിട്ട് ഹാജരായില്ലെങ്കിൽ ഈ ഹർജി പരിഗണിക്കില്ലെന്നും മല്യയുടെ അഭിഭാഷകന് കോടതി മുന്നറിയിപ്പ് നൽകി. 2016 മുതൽ ഇംഗ്ലണ്ടിൽ കഴിയുന്ന മല്യ തന്നെ പിടികൂട്ടാപ്പുള്ളിയും സാമ്പത്തിക കുറ്റവാളിയായും പ്രഖ്യാപിച്ച ഉത്തരവിനെയും 2018 നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയും ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ 2 ഹർജികളാണ് സമർപ്പിച്ചിട്ടുള്ളത്. 2019 ജനുവരിയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതായത് PMLA അനുസരിച്ചുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി മല്യയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുന്നത്. മുൻ IPL ചെയർമാൻ ലളിത് മോദിക്കെതിരെ IPLലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ, നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. ലളിത് മോദി 2010 ഇന്ത്യ രാജ്യം വിട്ടുപോയത്. 2009 IPLന്റെ സംപ്രേഷണ അവകാശങ്ങൾ വിതരണം ചെയ്തതിൽ ക്രമക്കേട് നടത്തിയെന്നും അതിന് പ്രതിഫലമായി 125 കോടിയിലധികം രൂപ ലളിത് മോദി കൈക്കൂലി വാങ്ങിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു. ഒന്നിലധികം വായ്പാ തിരിച്ചറിവുകൾ വീഴ്ച വരുത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ നേരിടുന്നെന്നും പറയപ്പെടുന്ന ലളിത് മോദി 2016 മാർച്ച് മാസത്തിലാണ് ഇന്ത്യ വിട്ടത്. നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളെ വഞ്ചിച്ച് വിദേശത്ത് സുഖമായി കഴിയുന്ന പ്രമുഖർ ഇന്ത്യൻ നിയമ സംവിധാനത്തെ പരസ്യമായി പരിഹസിക്കുക കൂടി ചെയ്യുന്നത് ഒരു അപൂർവമായ കാഴ്ചയാണ്. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എത്രനാൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നൊരു ചോദ്യമാണ് ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ പൊന്തി വരുന്നത്.